അനധികൃതമായി ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്ന വിദേശികളെ പിടികൂടി നാടുകടത്തുമെന്നും ഇത്തരക്കാർക്ക് പിന്നീട് 10 വർഷത്തിനുള്ളിൽ രാജ്യത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്നും നേരത്തെ മക്ക ഗവർണറും പാസ്പോർട്ട് വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് അനുമതിപത്രമില്ലാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പേർ ഹജ്ജിനെത്തിയിരുന്നു. ഇത്തരക്കാരെ പിടികൂടുന്നതിനായി മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ കർശന പരിശോധനകൾ നടത്തിയിരുന്നു. കൂടാതെ മിനയിലും അറഫയിലും മക്കയിലെ വിവിധ പ്രദേശങ്ങളിലുമായി പിടികൂടിയ തീർത്ഥാടകരുടെ ഫിംഗർ പ്രിന്റ് എടുത്തതിനു ശേഷം അവരെ ഹജ്ജ് ചെയ്യാൻ അധികൃതർ അനുവദിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് എടുക്കപ്പെട്ടവരുടെ പേരിലാണ് ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പലരും തങ്ങളുടെ തൊഴിലുടമയുടെ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് ഇങ്ങനെ അനധികൃത ഹജ്ജ് നിർവഹിച്ചിരുന്നത്. ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥത്തിലും തങ്ങളുടെ ഇരുൾ വീണ ഭാവിയെക്കുറിച്ചുള്ള ധർമ്മസങ്കടത്തിലാണ് ഇക്കൂട്ടർ. അനധികൃത തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുത്ത പിടിയിലായ സ്വദേശി ഡ്രൈവർമാർക്കെതിരിലും കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം 65% അനധികൃത തീർത്ഥാടകർ കുറഞ്ഞതായും അധികൃതർ പറഞ്ഞു. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ.